തസ്കിയ 68. തുറവ്വിഉനൽ ജനായിസു മുഖ്ബിലാത്തി വനൽഹു ഹീന തദ്ഹബു മുദ്ബിറാത്തി കറൗഅതി സുല്ലത്തിൽ ലിമഗാരിബി ഫലമ്മാ ഗാബ ആദത് റാതിആത്തി. മരണസ്മരണയും ഖബറിലെ ജീവിതത്തെക്കുറിച്ചുള്ള പേടിയും നരകത്തിൽ കടക്കുമെന്ന ഭയവും മനുഷ്യൻ്റെ ആക്കിബത്ത് നന്നാക്കി തീർക്കും. ചിലപ്പോൾ അവൻ സാഹചര്യങ്ങൾക്കടിമപ്പെട്ട് തെറ്റുകൾ ചെയ്യുന്നവനാണെങ്കിൽ പോലും ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയും മനസ്സിൻ്റെ അന്തർഭാഗത്ത് ഈ ഒരു ചിന്ത അയാളെ പിടികൂടുകയും ചെയ്താൽ അയാൾ ഒരു പക്ഷേ ആക്കിബത്ത് നന്നായി മരിക്കുന്നവനാകും. അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഈ ഭയമുണ്ട് എന്നതാണ് കാരണം. മരണത്തെക്കുറിച്ചുള്ള പേടിയും ഖബറിൻ്റെ ചിന്തയും പരലോക വിചാരവും നരകത്തെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തെ പിടികൂടി എന്ന കാരണം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടേക്കാം. ഒരു സംഭവം ഇവിടെ പറയുകയാണ്. ബസറയുടെ പ്രാന്തപ്രദേശത്ത് ഒരാൾ മരണപ്പെട്ടു. അയാൾ മോശമായ പ്രവൃത്തിയിൽ മുഴുകിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി കൂടുതലായി ആർക്കും അറിയുകയുമില്ല. രംഗത്തൊന്നും വരാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ അയാളെ സംസ്കരിക്കാനുണ്ടായിരുന്നുള്ളൂ. ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഏതാനും ചുമട്ടുകാരെ അവർ വാടകയ്ക്ക് വിളിച്ചു. അങ്ങനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മുസല്ലയിലേക്ക് കൊണ്ടുപോയി, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക്. ഒരാളും നിസ്കരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ മറവ് ചെയ്യാൻ വേണ്ടി ഒരു മരുഭൂമിയിലേക്ക് ആ ജനാസയും എടുത്ത് ആ പെണ്ണ് പോയി, ഇവരെ കൂട്ടിയിട്ട്. കുറച്ചപ്പുറത്തൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ മുകളിൽ ഒരു സാഹിദുണ്ട്. അദ്ദേഹം ഈ മയ്യിത്തിനെ കാത്തിരിക്കും പോലെ തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ജനാസിൻ്റെ അരികിലേക്ക് വരാൻ ശ്രമിച്ചു. ഈ വാർത്ത ആൾക്കാരറിഞ്ഞു. നമ്മുടെ വിശ്വതനായ ആ സാഹിദ് ഇന്ന വ്യക്തിക്ക് വേണ്ടി നിസ്കരിക്കാനും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആൾക്കാരെല്ലാം അങ്ങോട്ട് ചെന്നു. സാഹിദ് ഇമാമായി നിസ്കരിച്ചു. എല്ലാവരും കൂടെ പിന്നിൽ ജമാഅത്തായി നിസ്കരിച്ചു. ഇത് കണ്ടപ്പോൾ ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടു. എന്തായിരിക്കും ഇയാൾ നിസ്കരിക്കാൻ കാരണം ഈ മനുഷ്യന്? അങ്ങനെ ഈ സാഹിദ് പറഞ്ഞു, ഇന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ല്, അവിടെ നിനക്കൊരു ജനാസ കാണാം. ജനാസൻ്റെ കൂടെ ആരും ഉണ്ടായിരിക്കുകയില്ല, ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. നീ ആ ജനാസയ്ക്ക് വേണ്ടി നിസ്കരിച്ചു കൊടുക്കണം. അയാൾ പാപം പൊറുക്കപ്പെട്ടവനാണ് എന്ന് എനിക്ക് സ്വപ്നദർശനം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എന്ന് സാഹിദ് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആൾക്കാരെല്ലാം അത്ഭുതപ്പെട്ടു. ആ സാഹിദ് ആ മനുഷ്യൻ സ്ത്രീയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായിരുന്നു ഇയാളുടെ അവസ്ഥ? ആ പെണ്ണ് പറഞ്ഞു, കമാഉരിഫ്, അറിയപ്പെട്ടതുപോലെ അയാൾ ഒരു തെമ്മാടിയായ മനുഷ്യനായിരുന്നു. അയാൾ പകൽ മുഴുവനും ക്ലബിലും മറ്റും ചെലവഴിക്കുന്ന മനുഷ്യനാണ്, കള്ളും കുടിക്കുക ഇടയ്ക്കൊക്കെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒന്നൊരു ഹൽ താരിഫീന മിൻ ഷൈഅൻ മിൻ അമാലിൽ ഖൈർ, എന്നാലും അയാൾക്ക് എന്തോ ഒരു നന്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലാതെ എന്നോടങ്ങനെ ആരും നിർദ്ദേശിക്കേണ്ടതില്ല, എനിക്കൊരു ആത്മീയ ഉൾവിളി ഉണ്ടാവേണ്ടതില്ലല്ലോ നിസ്കരിക്കാൻ വേണ്ടി. എന്തായിരിക്കും അയാൾ ചെയ്യുന്ന നല്ല കാര്യം? അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അതെ, 3 കാര്യം നല്ലതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, കാന ഇദാ അഫാക മിൻ സക്രിഹി വഖ്ത സുബ്ഹി, രാത്രി കള്ളു കുടിച്ച് സുബ്ഹി ആകുമ്പോൾ അയാളുടെ ബോധം തെളിഞ്ഞാൽ ആ വസ്ത്രമൊക്കെ മാറ്റി വുളൂ ചെയ്ത് സുബ്ഹി നിസ്കരിക്കും, ജമാഅത്തിൽ പോയിട്ട് നിസ്കരിക്കും. അത് അയാൾ നല്ല കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അന്നഹു കാന അബദൻ ലാ യഖ്ലു ബൈതുഹു മിൻ യതീമിൻ ഔ യതീമൈനി, എല്ലാ ദിവസവും അയാളുടെ വീട്ടിൽ 1-2 അനാഥ കുട്ടികളുണ്ടാവും. അവർക്ക് ഭക്ഷണം കൊടുക്കും. അനാഥ കുട്ടികൾക്ക് സ്വന്തം മക്കളോട് ചെയ്യുന്നതിനേക്കാൾ വാത്സല്യവും നന്മയും ചെയ്തു കൊടുക്കും അദ്ദേഹം. മൂന്നാമത്തെ കാര്യം, ഇടയ്ക്ക് അയാൾ ലഹരി പിടിച്ച് കിടക്കുന്ന ഇടയ്ക്ക് അദ്ദേഹം ബോധം തെളിയും. രാത്രിയുടെ യാമങ്ങളിൽ ആ സമയത്ത് അയാൾ കരയും. ബോധം കിട്ടുമ്പോൾ കരയും. അയാൾ പറയും, യാ റബ്ബി അയ്യു സാദിയത്തിൻ മിൻ സവായ ജഹന്നം തുരീദു അൻ തംലഹ ബിഹാദിൽ ഹബീസ്.
എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ, നരകത്തിൻ്റെ ഏത് മൂലയാണ് ഈ ദുഷ്ടനെ കൊണ്ട് നിറക്കാൻ നീ കാത്തിരിക്കുന്നത്? നരകത്തിൻ്റെ ഏത് മൂലയാണ് ഈ ദുഷ്ടനെ കൊണ്ട് നിറക്കാൻ നീ കാത്തിരിക്കുന്നത്? എനിക്ക് കാത്തുവെച്ച നരകം ഏതായിരിക്കും? ഈ ദുഷ്ടന് കാത്തുവെച്ച നരകം ഏതായിരിക്കും? ഏത് ഭാഗമായിരിക്കും എന്നദ്ദേഹം ഭയത്തോടെ പറയാറുണ്ടായിരുന്നു. അപ്പൊ കള്ള് കുടിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് പിടിച്ചിട്ട് കിട്ടാത്തൊരു സാഹചര്യം, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അയാൾക്കുണ്ടായിരുന്നു. എന്നിട്ടും അയാളുടെ മനസ്സിന്റെ അന്തർഭാഗത്ത് വലിയ പേടിയും ബേജറും അയാൾക്കുണ്ടായി. അതുകൊണ്ടായിരിക്കും ഈ സാഹിദിനോട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇയാൾക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ ഈ ഒരു ചിന്താഗതിയാണോ? നാം ഒക്കെ കള്ളു കുടിക്കാത്തവരും വ്യഭിചരിക്കാത്തവരും പലിശ വാങ്ങാത്തവരുമായ നല്ല മനുഷ്യരാണ് നമ്മുടെ ധാരണ. എന്നിട്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ബേജാറും വെപ്രാളം വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ വിഷയത്തിൽ പേടിക്കേണ്ടതാണ്. നമ്മുടെ അവസ്ഥ എന്താ? മുമ്പൊരാൾ പാടി, തുറവ്വേഉനൽ ജനായിസു മുഖ്ദിലാത്തി വനൽഹു ഹീന തദ്ഹബു മുദ്ബിറാത്തി. അയാള് ഒരു മയ്യത്ത് വരുമ്പോൾ ഒരു കവിയാണ്. അയാൾ കവിത ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മറ്റാൾ എഴുതിയെടുക്കും. അപ്പോഴാണ് ജനാസ അങ്ങനെ വരുന്നത്. ജനാസ വന്നപ്പോൾ ആൾ പറയാണ്, തുറവ്വേഉനൽ ജനായിസു മുഖ്ബിലാത്തി. ജനാസ അങ്ങനെ വരുമ്പോൾ നമുക്ക് പേടിയാകാണ്. വനൽഹു ഹീന തദ്ഹബു മുദ്ബിറാത്തി. ജനാസ പോയാലോ നമ്മൾ അശ്രദ്ധരാകുന്നു. കറൗഅത്തി സുല്ലത്തിൻ ലിമഗാരിബി ഇബി ഫലമ്മാ വാബ ആദത്ത് റാത്തിഅതി. ഒരു സംഘം ആളുകൾ അവർ ചെന്നായനെ കണ്ട് പേടിച്ചു. ചെന്നായ പോയപ്പോഴോ വീണ്ടും തമ്മാടിത്തരത്തിൽ കൂടി. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഭയം മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ തെറ്റുകൾ വന്നു പോയാലും അള്ളാഹു തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തന്നിട്ട് അവൻ്റെ നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സിൻ്റെ ഭയം, പേടി, തഖ്വ, ഖൗഫ്, ഖശ്യത്ത് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ആമീൻ.